പിന്നെ വരുമ്പോൾ തന്നെ ചിലപ്പോൾ ടൈം കുറച്ച് വൈകി ജമ്പിങ് ജാക്സ് കഴിഞ്ഞിട്ട് വരും, അങ്ങനെയൊക്കെ ചെയ്തതിന്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ ഓടാനും അങ്ങനെ നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും തടി കുറേ അങ്ങനെ വലിയ പ്രശ്നം ഇതൊന്നും ഉണ്ടായില്ല. തടി ഞാൻ കുറയാൻ വേണ്ടി കുറേ ശ്രമിച്ചിരുന്നു, ഫുഡ് കൺട്രോൾ ചെയ്തിട്ടൊക്കെ ഇതായിരുന്നു. പക്ഷെ അന്നൊന്നും ചിലപ്പോൾ 1-2 കിലോ കുറയും, അതേമാർക്ക് കൂടും, അങ്ങനെ ഒരു സംഭവത്തിൽ നിന്നത്. അതിനുശേഷം ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത്. അപ്പോൾ അന്നത്തെ നമ്മൾ ട്രെയിനർമാർ ഇതേമാർക്ക് മേലോട്ടൊന്ന് വന്ന മാതിരിക്ക് പിന്നെ പുറത്തുനിന്ന് ട്രെയിനർമാർ വന്നു. അവരെന്നോട് പറഞ്ഞു തടി നമ്മൾ കുറക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫുഡ് ചെറുതായിട്ട് കൺട്രോൾ ചെയ്യണം. അതായത് ഷുഗർ ഒഴിവാക്കണം, മധുരം ഞാൻ നല്ല മധുരം കഴിച്ചിരുന്നു, എണ്ണക്കടികൾ അങ്ങനത്തെ സംഭവങ്ങൾ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധുരം അതേമാതിരിക്ക് എണ്ണക്കടികൾ അതേമാതിരിക്ക് ഫസ്റ്റത്തെ ഒരു മാസം നല്ലോണം പിന്നെ അരിഭക്ഷണം തന്നെ ഞാൻ ഒഴിവാക്കി. അതിനുശേഷം പിന്നീട് ഫുഡ് വല്ലാതെ കൺട്രോൾ ചെയ്തിട്ടില്ല, പക്ഷെ മധുരം ഒഴിവാക്കിയിരുന്നു, എണ്ണക്കടികളും നല്ലോണം നിയന്ത്രിച്ചു. അങ്ങനെയാണ് ഇതിൽ തടി കുറച്ചത്. ഫുള്ള് മാക്സിമം വന്ന് ഇതേമാതിരി നമ്മൾ ഫുഡും കൺട്രോൾ ചെയ്യാതെ തന്നെ അങ്ങനെ കുറയുകയും ചെയ്യില്ല, പെട്ടെന്ന് കുറയില്ല, എന്നാലും നല്ല കുറച്ച് മാറ്റമൊക്കെ വരും. പക്ഷേ ഫുഡൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ ആത്മാർത്ഥതയോടെ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റം വരും. അതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് കയ്യിന് നല്ലൊരു തരിപ്പുണ്ടായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ, അതേമാതിരിക്ക് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഷുഗറിൻ്റെ പ്രശ്നം അങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടായില്ല. പിന്നെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ തന്നെ കൺട്രോൾ ചെയ്ത് ഈ പിന്നെ മെക്സോന് വന്നിട്ട് നമ്മൾ മെയിനായിട്ട് വേണ്ടത് ഇവിടുന്ന് ട്രെയിനേഴ്സ് പറഞ്ഞ് തരുന്ന മാതിരിക്ക് തന്നെ ചെയ്യുക. ആത്മാർത്ഥതയോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തടിയിലും നല്ലതിലും മാറ്റം വരും. പിന്നെ മെയിനായിട്ട് നമുക്ക് നമ്മളെ തടി കുറയുന്നില്ലൊരു ആത്മവിശ്വാസം വന്നതിൻ്റെ ഈ ഒരു മെക്സോൻ്റെ ഇതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാനതിൻ്റെ മുന്നേ കുറേ വട്ടം ശ്രമിച്ചതാണ് തടിന്ന് കുറക്കാൻ വേണ്ടി. ഞാൻ നല്ല തടിയായിരുന്നു, ഒരു 81 കിലോനെ ഫസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ. അതിന് പിന്നെ 64ക്ക് വന്നു. ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഒരു 10-12 കിലോ കുറഞ്ഞു. പിന്നെ ഇപ്പോൾ 17 കിലോ ഞാൻ കുറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ നിർത്തിക്കണം. 64 കിലോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കാര്യമായിട്ട് പറഞ്ഞാൽ ഷുഗർ മാത്രമാണ് കൺട്രോൾ ചെയ്യണത്. ഫുഡ് അത്യാവശ്യം കഴിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ കറക്റ്റ് ടൈമിൽ വരിക. നമ്മളൊരു ഈ തുടങ്ങിയിട്ട് വരുന്ന സംഭവം ഒന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ വന്ന് ഒരു 4 റൗണ്ടേലും നമ്മൾ ഈ ഗ്രൗണ്ടിൽ നടന്ന് ഇതിൽ ജോയിൻ ചെയ്യുക. എന്നാലുള്ള ഇതിൻ്റെ കറക്റ്റ് ഒരു എഫക്റ്റ് കിട്ടുക. നമ്മൾ വന്ന് ജമ്പിങ് ജാക്സ് കഴിഞ്ഞിട്ട് അതിൽ വന്നിട്ട് ആകുമ്പോൾ ഒരു കറക്റ്റ് ഇത് കിട്ടൂല. കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേലും വരാൻ നോക്കുക. അതിനെല്ലാവരും ശ്രദ്ധിക്കുക. അത്ര നമ്മൾ പറയാനുള്ളത്. വീഡിയോ ഗ്രൂപ്പിൽ ഏറ്റിട്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അങ്ങനത്തെ ആളാണ് ഞാനിവിടെ വന്ന് ട്രെയിൻ ചെയ്യുന്നത്. അപ്പം അത് പ്രായം അസുഖമൊക്കെ അസുഖമൊക്കെ കൊണ്ട് പെട്ടെന്ന് മാറി കിട്ടും. അപ്പോൾ ഈ ഇന്നോട് എക്സസൈസ് ചെയ്യരുത്. ഞാനത് ചെയ്ത് ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പമില്ല, സാറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാരും ഒരു ഇതായിട്ട് കണക്ക് കൂട്ടരുത്. ഇതുകൊണ്ടൊക്കെ സുഖം, അത് എല്ലാ രോഗത്തിനും ഒരു പ്രതിവിധിയാണ്. അപ്പോൾ അതെല്ലാവരും കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, ക്ലാപ്പിംഗ്.